Very important topic in this chapter is quantum numbers. Quantum numbers. ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം ഒരു ആറ്റത്തിൽ ഒരുപാട് ഓർബിറ്റലുകൾ ഉണ്ടാവും. ഡിഫറെൻ്റ് എനർജിയുള്ള ഡിഫറെൻ്റ് ഷേപ്പുള്ള കുറേ ഓർബിറ്റലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഓർബിറ്റലുകളെ മനസ്സിലാക്കാൻ വേണ്ടി ഓർബിറ്റലുകൾ ദസ് ഓർബിറ്റൽസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. ഈ ഓർബിറ്റലുകളുടെ എനർജി, അതിൻ്റെ മറ്റു പ്രോപ്പർട്ടികൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 4 ക്വാണ്ടം നമ്പേഴ്സ്, 4 നമ്പേഴ്സ് ഉണ്ട്. അതിനെയാണ് എന്തെന്ന് വിളിക്കുക? ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയും. അത് ക്വാണ്ടം നമ്പേഴ്സ് ആർ ദ അഡ്രസ് ഓഫ് ദ ഓർബിറ്റൽ ആൻഡ് ഇലക്ട്രോൺസ് ഇൻ എൻ ആറ്റം. ഓർബിറ്റലിൻ്റെയും ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ ഒക്കെ അഡ്രസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ക്വാണ്ടം നമ്പേഴ്സാണ്. 4 ക്വാണ്ടം നമ്പറാണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വാണ്ടം നമ്പറിൻ്റെ പേരാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഫസ്റ്റ് ഇതിൻ്റെ പേരെന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ QN എന്നുള്ളത് ക്വാണ്ടം നമ്പർ എന്ന് വായിക്കാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ N എന്നുള്ളതാണ്. സ്മോൾ ലെറ്റർ N. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N. ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിൻ എനർജി ലെവൽ, അതായത് മെയിൻ ഷെല്ലുകളാണ്. മെയിൻ എനർജി ലെവൽ ഓർ മെയിൻ ഷെൽസ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഗീവ്സ് ദ നമ്പർ ഓഫ് മെയിൻ എനർജി ലെവൽ ഇൻ ആൻ ആറ്റം. അതുപോലെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ത് ചെയ്യും? ഇറ്റ് ഗീവ്സ് ദ സൈസ് ഓഫ് ദ ആറ്റം. ആറ്റത്തിൻ്റെ സൈസ് മനസ്സിലാക്കുക നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ വെച്ചിട്ടാണ്. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ കൂടുകയാണ്, N = 1 2 3 4 അങ്ങനെയാണ് വരിക. എന്നിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ അവിടെ ഷെല്ലുകളുടെ എണ്ണം കൂടും. ആ സ്വാഭാവികമായിട്ടും ആറ്റത്തിൻ്റെ വലിപ്പം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആസ് ദ വാല്യൂ ഓഫ് N ഇൻക്രീസസ് ദ സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസസ്. പിന്നെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇറ്റ് ഗീവ്സ് ദ ആവറേജ് ഡിസ്റ്റൻസ്. ഇറ്റ് ഗീവ്സ് ദ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ. ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെ തരിക ആരാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. ഇറ്റ് ഗീവ്സ് ദ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മളെ മെയിൻ എനർജി ഷെല്ലുകളെയാണ്. അല്ലേ? മെയിൻ എനർജി ലെവൽ, അതായത് മെയിൻ എനർജി ഷെല്ല് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ എന്നിൻ്റെ വാല്യൂ N = 1 ആണെങ്കിൽ, എന്നിൻ്റെ വാല്യൂ 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇഫ് N = 1 ഇറ്റ് റെപ്രസെൻറ്റ്സ് K ഷെല്ല്. N = 1 ആണെങ്കിൽ ഇതെന്താണ്? K ഷെൽ. N = 2 ആണെങ്കിലോ L ഷെല്ല്. L മെയിൻ എനർജി ലെവലാണ്. N = 3 it is M ഷെല്ല്. N = 4 N ഷെല്ല്. ഈ 4 മെയിൻ എനർജി ലെവൽ. N = 1 K ഷെൽ, N = 2 L ഷെൽ, N = 3 M ഷെൽ ആൻഡ് N = 4 N ഷെൽ. ഇതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ടാകും. ദ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഷെൽ ഈസ് ഗിവൺ ബൈ ദ ഫോർമുല N². ഇത് മെയിൻ എനർജി ലെവലാണല്ലോ. അപ്പോൾ ഇതിൽ എത്ര ഓർബിറ്റൽ സബ് ഷെൽ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകാനുള്ള ഫോർമുല ഏതാണ്? N². ദ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഷെൽ ഈക്വൽ ടു എന്താണ്? N² എന്നുള്ള ഫോർമുല വെച്ചിട്ടാണ് അവിടെ എത്ര ഓർബിറ്റൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പോൾ K ഷെല്ലിൻ്റെ N വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ അവിടെ എത്ര ഓർബിറ്റൽ ഉണ്ടാവും? 1² എന്ന് പറഞ്ഞാൽ ഒരു ഓർബിറ്റൽ മാത്രം. അപ്പോൾ ഒരു ഓർബിറ്റൽ മാത്രം ഉണ്ടായതുകൊണ്ടാണ് ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. ഒരു ഓർബിറ്റലിൽ മാക്സിമം കൊള്ളാവുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 2. 2 ഇലക്ട്രോൺ മാത്രമേ അവിടെ കൊള്ളുള്ളൂ. L ഷെല്ല് എടുക്കാം. N = 2 ആണ്. അവ നമ്പർ ഓഫ് ഓർബിറ്റൽ എത്ര? 2² 4 എന്ന് കിട്ടും. 4. രണ്ടാമത്തെ ഷെല്ലിൽ 4 ഓർബിറ്റൽ ഉണ്ട്. കാരണം 2s എന്നുള്ള ഓർബിറ്റൽ ഉണ്ട്, 2p എന്നുള്ള 3 ഓർബിറ്റൽ ഉണ്ട്. 2px
2py 2pz. അപ്പോൾ അതാണ് പറഞ്ഞത് നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഷെൽ ഈസ് ഈക്വൽ ടു n സ്ക്വയർ. നമ്പർ ഓഫ് ഓർബിറ്റൽ ഇൻ എ ഷെൽ ഈസ് ഈക്വൽ ടു n സ്ക്വയർ. ഓക്കെ, ദെൻ നമുക്ക് രണ്ടാമത്തെ ക്വാണ്ടം നമ്പറിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വാണ്ടം നമ്പറിൻ്റെ പേരാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. സെക്കൻഡ് ക്വാണ്ടം നമ്പർ ഈസ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഫസ്റ്റ് വൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ denoted by the letter n. Second one is രണ്ടാമത്തത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഇതിനെ നമ്മൾ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ എന്നും വിളിക്കും കേട്ടോ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഓർ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എൽ. ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സബ്ഷെല്ലുകളെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഗീവ്സ് ദ നമ്പർ ഓഫ് സബ്ഷെൽ ഇൻ എ ഗിവൺ മെയിൻ ഷെൽ. ഒരു മെയിൻ ഷെല്ലിൽ എത്ര സബ്ഷെൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുക. ഇറ്റ് ഡിഫൈൻസ് 3 ഡയമെൻഷണൽ ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ. ഓർബിറ്റലിൻ്റെ 3 ഡയമെൻഷണൽ ഷേപ്പിനെ കാണിക്കുന്നതും ആരാണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. ഓർബിറ്റലിൻ്റെ 3 ഡയമെൻഷണൽ ഷേപ്പിനെ കാണിക്കുന്നത് ആരാണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഇനി നോക്ക്, അസിമുത്തൽ ക്വാണ്ടം നമ്പർ എൽ കേട്ടോ. എല്ലിൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുക എവിടെ നിന്നാ നോക്ക്? 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും. 0 1 2 3 എക്സെട്ര. എൽ ഈക്വൽ ടു 0 ആണെങ്കിൽ ആ സബ്ഷെല്ലിൻ്റെ പേരാണ് എസ് സബ്ഷെല്ല്. ഇഫ് എൽ ഈക്വൽ ടു 0 സബ്ഷെൽ ഈസ് എസ്. 1 ആണെങ്കിൽ പി, 2 ആണെങ്കിൽ ഡി, 3 ആണെങ്കിൽ എഫ്. ഇതാണ് 4 സബ്ഷെല്ലുകൾ. അപ്പോൾ ഇഫ് എൽ ഈക്വൽ ടു 0 ഇറ്റ് ഡിനോട്ട് എസ് സബ്ഷെൽ. L equal to 1 P subshell, L equal to 2 D subshell and L equal to 3 F subshell. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അസിമുത്തൽ ക്വാണ്ടം നമ്പർ എല്ലിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുക 0 നിന്നാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കണം. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു എന്നിൻ്റെ വാല്യൂ കേട്ടോ. എന്നും എല്ലും തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്യാം? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എൽ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എൻ. എൽ വാല്യൂവിൻ്റെ പ്രത്യേകത എൽ ക്യാൻ ഹാവ് n-1 വാല്യൂസ്. എൽ വാല്യൂവിൻ്റെ പ്രത്യേകത എന്താണ്? n-1 വരെ ഉണ്ടാവാൻ പാടുള്ളൂ. എൽ ക്യാൻ ഹാവ് n-1 വാല്യൂസ്. എൽ ക്യാൻ ഹാവ് n-1 വാല്യൂസ്. അതായത് ഇപ്പോൾ സപ്പോസ് n ഈക്വൽ ടു 1 ആണ് കേട്ടോ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ഈക്വൽ ടു 1. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എത്ര ഉണ്ടാവാൻ പാടുള്ളൂ? എൽ ക്യാൻ ഹാവ് n-1 വാല്യൂ അല്ലേ? അപ്പോൾ 1 - 1 അപ്പോൾ ഏതാ വാല്യൂ? 0. അപ്പോൾ n ഈക്വൽ ടു 1 എൽ ഈക്വൽ ടു 0 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഏത് ഓർബിറ്റിനെയാണ് അല്ലെങ്കിൽ ഓർബിറ്റലിനെയാണ് സൂചിപ്പിക്കുക? നോക്ക്, n ഈക്വൽ ടു 1 അല്ലേ? അപ്പോൾ നമ്മൾ കൊടുക്കും 1 എന്ന് കൊടുക്കും. 1 തന്നെയാണ് കൊടുക്കുക. എൽ ഈക്വൽ ടു 0. എൽ ഈക്വൽ ടു 0 ആണെങ്കിൽ ഏത് ഓർബിറ്റലാണ്? 0 ആണെങ്കിൽ ഏത് ഓർബിറ്റലാണ്? എസ് ഓർബിറ്റൽ. അപ്പോൾ n ഈക്വൽ ടു 1 എൽ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ് 1s ഓർബിറ്റൽ. ഇറ്റ് റെപ്രസെൻറ്റ് 1s ഓർബിറ്റൽ. ഇനി നോക്ക്, n ഈക്വൽ ടു 2 കൊടുത്തോക്കാം. n ഈക്വൽ ടു 2. അപ്പോൾ എല്ലിന് ഏതൊക്കെ വാല്യൂ ഉണ്ടാവും? n-1 വാല്യൂ ആണ്. n-1 അപ്പോൾ n 2 അല്ലേ? ആ 2 - 1 എന്ന് പറഞ്ഞാൽ 1 ഉണ്ടാവും, അതിൻ്റെ താഴെയായിട്ട് 0 ഉണ്ടാവും. അപ്പോൾ 0 ഉണ്ടാകും 1 ഉണ്ടാകും, 2 വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ ഓർബിറ്റലിനെയാണ് സൂചിപ്പിക്കുക നോക്ക്. ഇപ്പോൾ n ഈക്വൽ ടു 2 എൽ ഈക്വൽ ടു 0 ഏതാ ഓർബിറ്റൽ? n ഈക്വൽ ടു 2 എൽ ഈക്വൽ ടു 0 ദാറ്റ് ഈസ് 2s ഓർബിറ്റൽ. 2s. n ഈക്വൽ ടു 2 എൽ ഈക്വൽ ടു 1 അപ്പോൾ ഏതാ? 1 ആകുമ്പോൾ ഏതാ വരിക? പി ഓർബിറ്റൽ. n ഈക്വൽ ടു 2 ആണ്. സോ ഇറ്റ് ഈസ് 2p ഓർബിറ്റൽ. 2p ഓർബിറ്റൽ. അപ്പോൾ ആ ലെവലിലേക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ, ആ വാല്യൂ അതുപോലെ തന്നെ എഴുതുക. അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയ സബ്ഷെൽ ഏതാണെന്ന് എഴുതി കൊടുക്കുക.
അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓർബിറ്റലുകളെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുക. മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻ്റം ക്വാണ്ടം നമ്പർ എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുക? സബ് ഷെല്ലുകളെ സൂചിപ്പിക്കുന്നു. ദെൻ തേർഡ് വൺ ഈസ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. നോക്കാം, തേർഡ് വൺ എന്താണ്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എം. എം കൊണ്ടാണ് സൂചിപ്പിക്കുക. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ പ്രത്യേകത, ദിസ് ഗീവ്സ് സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ ഓഫ് ഓർബിറ്റൽ വിത്ത് റെസ്പെക്ട് ടു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് കോർഡിനേറ്റ് ആക്സിസ്. അത് എക്സ് വൈ സെഡ് എന്നുള്ള ആക്സിസിലേക്കൊക്കെയുള്ള ഓർബിറ്റലിൻ്റെ അറേഞ്ച്മെൻറ്റിനെ കാണിക്കുക മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ്. സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർബിറ്റൽ അല്ലെങ്കിൽ സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ ഓഫ് ഓർബിറ്റലിനെ സൂചിപ്പിക്കുന്ന ക്വാണ്ടം നമ്പറാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഈ എമ്മിൻ്റെ വാല്യൂവിൻ്റെ പ്രത്യേകത, എമ്മിൻ്റെ വാല്യൂ ഏതുവരെ ഉണ്ടാകാം? എം ക്യാൻ ഹാവ് 2l+1 വാല്യൂസ്. എമ്മിൻ്റെ വാല്യൂ എന്താണ്? 2l+1 വാല്യൂ ആണ് ആർക്കുണ്ടാവുക? എമ്മിനുണ്ടായിരിക്കുക 2l+1 വാല്യൂസ്. ദ വാല്യൂസ് ഓഫ് എം ആർ ഗിവൺ ബൈ 2l+1. 2l+1. പിന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ 2l+1 വാല്യൂ എങ്ങനെ ഉണ്ടാവുക? -l മുതൽ 0 പോയി +l എത്തും. -l ത്രൂ 0 to +l. അങ്ങനെയാണ് എമ്മിൻ്റെ വാല്യൂ ഉണ്ടാവുക. സപ്പോസ് ഒന്നാമത്തെ കേസ് നമ്മൾ നോക്കാം, l = 0. l = 0. അസിമുത്തൽ ക്വാണ്ടം നമ്പർ l 0 ആണെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എന്താ? 2 × 0 + 1. l 0 അല്ലേ? 2 × 0 + 1. അപ്പോൾ ഒരൊറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. ആ വാല്യൂ ഏതാണ്? 0 തന്നെയാണ്. ഒരൊറ്റ വാല്യൂ, ആ വാല്യൂവിൻ്റെ പേരെന്താണ്? 0. രണ്ടാമത്തെ കേസ് എടുക്കാം, ഇഫ് l = 1. l = 1 എടുക്കാം. അപ്പോൾ എത്ര വാല്യൂ ഉണ്ടാവും? 2 × 1 + 1. 2 × 1 + 1 എന്ന് പറഞ്ഞാൽ അത്ര 3 വാല്യൂസ് ഉണ്ടാവും. ഏതൊക്കെയാണ് ആ 3 വാല്യൂ? നോക്ക്, 3 വാല്യൂ ഏതൊക്കെയാണ് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? -l ത്രൂ 0 to +l. അതാണ്. അപ്പോൾ l = 1 അല്ലേ? അപ്പോൾ -1 കഴിഞ്ഞാൽ പിന്നെ തൊട്ട് താഴെ വരുന്നത് 0, അത് കഴിഞ്ഞാൽ +1. അപ്പോൾ l = 1. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 3 കിട്ടി. -1, 0, +1. l = 2 നോക്ക്. l = 2 എന്ന് പറഞ്ഞാൽ d ഓർബിറ്റലാണ്, d സബ് ഷെല്ലാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വാല്യൂസ് ഏതൊക്കെ ഉണ്ടാവും? -2, അത് കഴിഞ്ഞാൽ -1, 0, +1, +2. -2, -1, 0, +1, +2. ലാസ്റ്റ് l = 3. അതാണ് എഫ് സബ് ഷെല്ലിനെ സൂചിപ്പിക്കുക. l = 3. അപ്പോൾ m = ഏതൊക്കെയാവും? -3, -2, -1, 0, +1, +2, +3. അപ്പോൾ ഇനി നോക്ക്, l = 0. എസ് സബ് ഷെല്ല്. എസ് സബ് ഷെല്ലിൽ എത്ര ഓർബിറ്റൽ മാത്രമാണുള്ളത്? ഒറ്റൊന്ന്. ഒരു ഓർബിറ്റലിൽ മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 2. അപ്പോൾ എസ് ഓർബിറ്റലിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 2. l = 1. പി ഓർബിറ്റലാണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എത്ര ഉണ്ട്? 1, 2, 3. 3 ഉണ്ട്. ഓരോ ഓർബിറ്റലിലും 2 ഇലക്ട്രോൺ വീതം കൊള്ളും. അപ്പോൾ 3 ഓർബിറ്റലിലും കൂടെ എത്ര ഇലക്ട്രോണായി? 6 ഇലക്ട്രോൺ. 3ലും കൂടെ 6 ഇലക്ട്രോൺ. l = 2. ഡി ഓർബിറ്റലാണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വാല്യൂ എത്ര? -2, -1, 0, +1, +2. 5 ഓർബിറ്റൽ. 5 ഓർബിറ്റലാവുമ്പോൾ 2 ഇലക്ട്രോൺ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് 10. അതാണ് ഡി ഓർബിറ്റലിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ 10. അതേപോലെ എഫ് ഓർബിറ്റലിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ 7 ഓർബിറ്റൽ ഉണ്ടാവും. അപ്പോൾ 14 ഇലക്ട്രോൺ. എഫ് ഓർബിറ്റൽ ക്യാൻ ഹാവ് 14 ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ലാസ്റ്റ് വൺ, ഫോർത്ത് ക്വാണ്ടം നമ്പർ ഈസ് സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ. 4ാമത്തെ ക്വാണ്ടം നമ്പറാണ് സ്പിൻ ക്വാണ്ടം നമ്പർ.
ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എസ്. ഇലക്ട്രോണുകളുടെ സ്പിൻ മൂവ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് വരിക. അത് ഇലക്ട്രോണുകൾ ഇങ്ങനെ മൂവ് ചെയ്യണത് ക്ലോക്ക് വൈസ് ആയിട്ടാണെങ്കിൽ അല്ലേ, ക്ലോക്ക് വൈസ് ആയിട്ടാണെങ്കിൽ, ക്ലോക്ക് വൈസ് മൂവ്മെൻ്റ് ആണെങ്കിൽ സ്പിൻ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ +12. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണെങ്കിൽ സ്പിൻ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ -12. അപ്പോൾ സ്പിൻ ക്വാണ്ടം നമ്പർ ഹാവ് 2 values +12 or -12. ഇതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. ദ സ്പിൻ ക്വാണ്ടം നമ്പർ വാല്യൂ ക്യാൻ ഹാവ് +12 or -12. ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ക്വാണ്ടം നമ്പേഴ്സ് എന്നുള്ള ഭാഗത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ മെയിൻ എനർജി ഷെല്ലിനെ സൂചിപ്പിക്കുക. അസിമുത്തൽ ക്വാണ്ടം നമ്പർ സബ് എനർജി ലെവൽ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 3-dimensional ഓറിയൻറ്റേഷൻ. Then spin quantum number, spin movement of electron. It can have only 2 values, +12 or -12. Okay. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഷേപ്പ് ഓഫ് ഡിഫറെൻ്റ് ഓർബിറ്റലുകളെ പറ്റിയാണ്. ഡിഫറെൻ്റ് ഓർബിറ്റൽ നമുക്കറിയാം. എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് സ്ഫെറിക്കൽ ഷേപ്പ്. ഇപ്പോൾ നമ്മൾ എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു സ്ഫെറിക്കൽ ഷേപ്പായിട്ട് നമ്മൾ കാണിക്കും. പി ഓർബിറ്റലിൻ്റെ ഷേപ്പ് നമുക്കറിയാം. ഏതാണ് പി ഓർബിറ്റലിൻ്റെ ഷേപ്പ്? പി ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഡംബൽ ഷേപ്പ് എന്നാണ് പറയപ്പെടുക. ഡംബൽ ഷേപ്പ് നമുക്കറിയാവുന്നൊരു കേസ്, പി ഓർബിറ്റലിൽ 3 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 3 ഓർബിറ്റലുകൾ അവിടെ ഉണ്ടാവും അല്ലേ. PX ഉണ്ടാവും, PY ഉണ്ടാവും, PZ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു PX ഓർബിറ്റൽ വരച്ച് നോക്കാം. PX ഓർബിറ്റൽ നമ്മൾ വരയ്ക്കുമ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ കൊടുത്തു, ഇത് കൊടുത്തു, X ആക്സിസ്, Y ആക്സിസ് അല്ലേ, പിന്നെ PZ 3 ഉണ്ടല്ലോ. അപ്പോൾ Z ആക്സിസും കൂടെ ഇവിടെ കാണിച്ചു, Z ആക്സിസ്. PX ഓർബിറ്റൽ ഡിനോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ എക്സിലേക്ക് വരുന്ന ലെവലിൽ ഒരു ഡംബൽ ഷേപ്പ് വരയ്ക്കുക. ഇങ്ങനെ വരച്ചു, ഇങ്ങനെ പോയി, ഇതാണ് ഡംബൽ ഷേപ്പ്. അപ്പോൾ PXലേക്ക് വരുന്ന രൂപത്തിൽ ഡംബൽ ഷേപ്പ് വരച്ചാൽ അത് നമുക്ക് എന്ത് വിളിക്കാം, PX എന്ന് പറയാം. PX. ഇനി PY ആണെങ്കിലോ, Y ആക്സിസിലേക്ക് ഡംബൽ ഷേപ്പ് വരണം, Y ആക്സിസിലേക്ക്. അപ്പം നമ്മൾ എങ്ങനെ വരക്കാം, YX Z. PY ആണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് Y ആക്സിസ്. അപ്പോൾ ഡംബൽ ഷേപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങും, എന്നിട്ട് ഇങ്ങനെ ഇങ്ങെടുത്തു PY. PZ ആണെങ്കിലോ Z ആക്സിസിലേക്ക് കൊടുക്കണം, X Y Z. നമ്മൾ വരയ്ക്കേണ്ടത് PZ ഓർബിറ്റലിൻ്റെ ഷേപ്പാണ്. സോ Z ആക്സിസിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഡംബൽ ഷേപ്പ് വരയ്ക്കുക, PZ. അപ്പോൾ PX, PY, PZ ഓർബിറ്റൽ വരച്ചു. ഇനി നമുക്ക് D ഓർബിറ്റലും കൂടെ വരക്കാം. D ഓർബിറ്റൽ നമുക്കറിയാം 5 എണ്ണമുണ്ട്. 5 D ഓർബിറ്റൽ ഏതൊക്കെയാണ്? നോക്കാം. 5 D ഓർബിറ്റലാണ് നമ്മൾ എടുത്തുള്ളത്. ഒന്ന് DXY, DYZ, DXZ, DX² - Y², DZ². ഇതാണ് 5 D ഓർബിറ്റൽ അല്ലേ. L = 2 ആണ്. അപ്പോൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 5 എണ്ണം വരുന്നുണ്ട്. ഓരോന്നും ഇതിൽ ഓരോന്നിനെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ DXY, DYZ, DXZ, DX² - Y², DZ². D ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഏതാണ്? ഡബിൾ ഡംബൽ ഷേപ്പ്. P ഓർബിറ്റലിൽ നമ്മൾ ഒരു ഡംബൽ വരച്ചു. ഇത് 2 ഡംബൽ വരക്കുമ്പോഴാണ് D ഓർബിറ്റലിൻ്റെ ഷേപ്പായിട്ട് വരിക. നമുക്കൊരു DXY ഒന്ന് വരച്ചു നോക്കാം. ഇവിടെ X, ഇവിടെ Y. DXY വരക്കുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന പോലെ ആക്സിസിലൂടെ അല്ല പോവുക. ഇത് എക്സും ഇത് Y അല്ലേ. അപ്പോൾ ഇങ്ങനെ വന്നു, ഇതൊരു ഡംബലായി. അതേപോലെ തന്നെ വൈനെ കണക്കാക്കിയിട്ട് ഇതാണ് DXY ഓർബിറ്റലിൻ്റെ ഷേപ്പ്. DXY, എക്സും വൈയും. ഇറ്റ് ഈസ് DXY. ഓക്കെ. ഇനി
ഡി എക്സ് സെഡ് വരക്കുക, അല്ലെങ്കിൽ ഡി വൈ സെഡ് വരക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഡി വൈ സെഡ് വരക്കണമെങ്കിൽ ഇതിൻ്റെ പേര് ജസ്റ്റ് ഒന്നാണ് മാറ്റി കൊടുക്കുക അല്ലേ. ഈ എക്സും വൈയും അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ വൈയും സെഡും കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഡി വൈ സെഡ്. ഈ ഓർബിറ്റലിൻ്റെ പേരെന്തായി? ഡി വൈ സെഡ്. ഇനി മൂന്നാമത്തെ ഡി എക്സ് സെഡ് വരക്കണമെങ്കിലോ? അപ്പോൾ ഇത് മാറ്റുക. എക്സ് സെഡ് വരക്കണമെങ്കിൽ ഇത് എക്സും ഇത് സെഡും. അപ്പോൾ ഇതിൻ്റെ പേര് ഡി എക്സ് സെഡ്. ഡി എക്സ് സെഡ്. ദെൻ സ്ക്വയറുള്ള രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എക്സ് ഇത് വൈ. നമ്മൾ ഡബിൾ ഡമ്പൽ വരക്കും. ആ ഡബിൾ ഡമ്പൽ നമ്മൾ ഇങ്ങനെയാണ് വരക്കുക. എക്സിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകും. അതുപോലെ വൈയും എന്ത് ചെയ്യും? ഉള്ളിലൂടെ ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ സെൻറ്ററിൽ ചെറിയ ഒരു ഇത് കൊടുക്കും. സ്ക്വയർ ലൈനൊക്കെ എന്ത് ചെയ്യണം? സെൻറ്ററിൽ ചെറുതായിട്ടൊന്ന് കാണിക്കണം. ഇതാണ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ആ ലാസ്റ്റ് ഡി സെഡ് സ്ക്വയർ എങ്ങനെ വരയ്ക്കുക? ഡി സെഡ് സ്ക്വയർ. ഡി സെഡ് സ്ക്വയർ. നമുക്കിവിടെ എക്സും ഇവിടെ സെഡ് ആക്സിസും ആണെന്ന് വിചാരിച്ചു. ഡി സെഡ് സ്ക്വയർ വരക്കുമ്പോൾ ഒരു ഡമ്പൽ ഇങ്ങനെ കൊടുത്തു. നിങ്ങൾ ഒന്നുകൂടെ വൃത്തിയാക്കിയിട്ട് വരക്കണം. എന്നിട്ട് സ്ക്വയറാണ് കാണിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? രണ്ട് സ്ഫിയർ വരക്കണം. രണ്ട് സ്ഫിയർ. അപ്പോഴാണ് ഡി സെഡ് സ്ക്വയറിൻ്റെ ഷേപ്പായിട്ട് വരും. അപ്പോൾ നമ്മൾ പിന്നെ എഫ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്കത് പഠിക്കേണ്ട. അപ്പോൾ എസ് സ്ഫെറിക്കൽ ഷേപ്പ്, പി ഡംബൽ ഷേപ്പ്, ഡി ഡബിൾ ഡംബൽ ഷേപ്പ്. എസ്സിന് ഒരു ഓർബിറ്റൽ മാത്രം, പിക്ക് 3 ഓർബിറ്റൽ, ഡിക്ക് 5 ഓർബിറ്റൽ. ഓക്കെ ഓക്കെ. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് നോഡ്. നോഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എസ് ഓർബിറ്റലിൻ്റെയും പി ഓർബിറ്റൽ, ഡി ഓർബിറ്റൽ ഇവരൊക്കെ ഷേപ്പ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഷേപ്പ് നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ. ഇലക്ട്രോണെ കാണാൻ കൂടുതൽ സാധ്യതയുള്ള സ്ഥലമാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് വിളിക്കുക. അപ്പോൾ ഇലക്ട്രോണെ കാണാനുള്ള സാധ്യത 0. അത് ഇലക്ട്രോണെ തീരെ കാണാൻ സാധ്യത ഇല്ലാത്ത സ്ഥലം, അതിനെയാണ് നമ്മൾ നോഡ്സ് അല്ലെങ്കിൽ നോഡൽ സർഫസ് എന്ന് വിളിക്കാം. ദ റീജിയൻ where the probability density reduces to 0. The region where the probability density reduces to 0. Probability density 0 ആയിട്ട് മാറുന്ന റീജിയനെ വിളിക്കുന്ന പേരാണെന്ന് നോഡ്സ്. നോഡ്സ് മീൻസ് the region where the probability density reduces to 0. ഇനി നമ്മൾ എസ് ഓർബിറ്റൽ അല്ലേ, എൻ എസ് ഓർബിറ്റൽ എന്ന് കൊടുക്കാം. കാരണം 1s 2s 3s ഒക്കെ ആവാം. For ns orbital, number of radial or spherical node is n-1. ns ഓർബിറ്റലിൻ്റെ കേസിൽ റേഡിയൽ നോഡ് അല്ലെങ്കിൽ സ്ഫെറിക്കൽ നോഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n-1. n-1. For p orbital, number of spherical node is n-l-1. p ഓർബിറ്റലിന് സ്ഫെറിക്കൽ നോഡ് കാണാനുള്ളത് n-l-1. n പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, l അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ആംഗുലാർ നോഡ് കാണാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് ആംഗുലാർ നോഡ്സ് ഈക്വൽ ടു l. നമ്പർ ഓഫ് ആംഗുലാർ നോഡ്സ് ഈക്വൽ ടു l. സോ ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ്, ആംഗുലാർ നോഡും സ്ഫെറിക്കൽ നോഡും കൂടെ കൂട്ടിയിട്ടാണ് ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് കിട്ടുക. ടോട്ടൽ നമ്പർ ഓഫ് നോഡ് ഈസ് n-1. n-1. ഫോർ d ഓർബിറ്റൽ നമ്പർ ഓഫ് ആംഗുലാർ നോഡ് ഈസ് l equal to 2. ആംഗുലാർ നോഡ് എന്ന് പറയുമ്പോൾ എല്ലിൻ്റെ വാല്യൂ എത്ര എടുത്താൽ മതി? എല്ലിൻ്റെ വാല്യൂ ഇപ്പോൾ പി ഓർബിറ്റലാണെങ്കിൽ l equal to 1 ആണല്ലോ. അപ്പോൾ ആംഗുലാർ നോഡ് പി ഓർബിറ്റലിന് l equal to 1 എന്ന് കൊടുക്കാം. ഡി ഓർബിറ്റലാണെങ്കിലോ l equal to 2 ആണ്. സോ നമ്പർ ഓഫ് ആംഗുലാർ നോഡ് ഇസ് ഈക്വൽ ടു l equal to 2. എഫ് ഓർബിറ്റലിൻ്റെ കേസിലോ നമ്പർ ഓഫ് ആംഗുലാർ നോഡ്സ് l equal to 3. ഇങ്ങനെയാണ് നമ്മൾ നോഡ്സിൻ്റെ എണ്ണം കാണാറുള്ളത്. ഓക്കെ. അപ്പോൾ നോഡ് എന്ന് പറയുമ്പോൾ ദ റീജിയൻ വേർ ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈസ് റെഡ്യൂസസ് ടു 0. ആ ഏരിയക്കാണ് നമ്മൾ നോഡ്സ് എന്ന് വിളിക്കുക. ഓക്കെ. ഇലക്ട്രോൺ ഫില്ലിംഗ് റൂൾസ്. ആറ്റത്തിൽ ഇലക്ട്രോണെ ഫില്ല് ചെയ്യുക ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം.
electron filling rules. First one is Aufbau principle. First one ഏതാണ്? Aufbau principle. Aufbau principle പറയുന്നത് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുക ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ലെവൽ. ഇലക്ട്രോൺ ഫില്ല് ചെയ്യണത് എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ്. ഊർജത്തിൻ്റെ ആരോഹണ ക്രമത്തിലാണ് എന്ത് ചെയ്യുക? ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുക. അപ്പോൾ ആദ്യം ഫില്ല് ചെയ്യുക ഏറ്റവും കുറച്ച് എനർജിയിലെടുത്ത്, പിന്നെ അതിനേക്കാളും എനർജിയിലെടുത്ത് ആ ലെവലിലേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ Aufbau പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞത്? ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ അറ്റോമിക് ഓർബിറ്റൽ ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജി ലെവൽ. ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജി ലെവൽ അല്ലേ? അപ്പോൾ നമുക്ക് എനർജി ലെവൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കാം. ഒന്നാമത്തെ ഷെല്ല്, അതിൽ ഒരു സബ് ഷെല്ല് ഏതാണ്? 1s. കേട്ടോ, 1s. രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ല് 2s 2p. മൂന്നാമത്തേൽ 3 സബ് ഷെല്ലുണ്ട് 3s 3p 3d. നാലാമത്തേലോ 4 സബ് ഷെല്ല് 4s 4p 4d 4f. അഞ്ചാമത്തെ ഷെല്ല് വന്നാൽ 5s 5p 5d 5f. 6s 6p 6d 6f. 7s 7p. തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാം? ഇത്ര എടുത്തിട്ട് എനർജി ലെവൽ ഒന്ന് പഠിക്കാം. എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ ആണ്. ഫസ്റ്റ് നമ്മൾ ഇലക്ട്രോണെ കൊടുക്കുക 1sലേക്ക്, 1s. ദെൻ നമ്മൾ ഇലക്ട്രോണെ കൊടുക്കുക 2s. 2s കഴിഞ്ഞാൽ 2p, അത് കഴിഞ്ഞാൽ 3s. 2p കഴിഞ്ഞിട്ട് 3s. അടുത്ത വരയ്ക്കണം നോക്ക്. 3p ദെൻ 4s. 3dയിലേക്ക് പോകണില്ല, 4sലേക്ക് വന്നു. 3p ദെൻ 4s. 4s കഴിഞ്ഞാൽ പിന്നെ 3d 4p 5s. ദെൻ 5s കഴിഞ്ഞാൽ 4d 5p 6s. 4d 5p 6s. 6s കഴിഞ്ഞാൽ 4f 5d 7p 7s. ഈ ഓർഡറിലാണ് എന്ത് ചെയ്യുക? ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുക. അതായത് ആദ്യം 1s, ദെൻ 2s 2p 3s 3p, 3dയിലേക്ക് പോകുന്നതിന് മുമ്പ് 4s ദെൻ 3d, 4s കഴിഞ്ഞാൽ 3d, പിന്നെ 4p 5s 4d 5p 6s 4d 5p 6s ആൻഡ് സോ ഓൺ. ഈ ലെവലിലേക്ക് എടുക്കാം. അപ്പോൾ ഇതാണെന്ത്? എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ. അപ്പോൾ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇലക്ട്രോൺ ഫില്ലിംഗ് നടത്തേണ്ടത്. ഇതിനെയാണ് നമ്മൾ Aufbau പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുക. ഇനി ഈ Aufbau പ്രിൻസിപ്പിൾ യഥാർത്ഥത്തിൽ വരുന്നത് n+l റൂളിൻ്റെ അടിസ്ഥാനത്തിലാണ്. n+l റൂൾ. n+l റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n-ഉം അസിമുത്തൽ ക്വാണ്ടം നമ്പർ l-ഉം തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത് കുറച്ച് കിട്ടിയാൽ അവർക്ക് കുറച്ച് എനർജി, അതിൻ്റെ വാല്യൂ കൂടുതൽ കിട്ടിയാൽ അവർക്ക് കൂടുതൽ എനർജി. ഇതാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ 1s-ഉം 2s-ഉം ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ആർക്കാ കുറച്ച് എനർജി നോക്കാം? 1s എന്ന് പറയുമ്പോൾ n 1, l-ൻ്റെ വാല്യൂ അല്ലേ s ഈക്വൽ ടു എത്രയാണ്? s ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ ഇവിടെ 1 എന്ന് കിട്ടും. 2s എന്ന് പറയുമ്പോഴോ n ഈക്വൽ ടു 2, s ഈക്വൽ ടു l വാല്യൂ 0 തന്നെയാണ്, 2 എന്ന് കിട്ടും. അപ്പോൾ എനർജി ഏറ്റവും കുറവായിരിക്കാം ആദ്യം എഴുതിയതിന്, അതായത് 1s-ന്. അപ്പോൾ അവിടെ ഇലക്ട്രോണെ കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുള്ളൂ? 2s-ലേക്ക് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓർഡർ തെറ്റുന്ന ഭാഗം ഇവിടെയാണ്. 4s-ഉം 3d-യും ജസ്റ്റ് നമ്മളൊന്ന് ചെയ്ത് നോക്കാം. 4s-ഉം 3d-യും n+l റൂൾ കൊടുക്കുക. n+l. അപ്പോൾ 4s എന്ന് പറയുമ്പോൾ n 4, s-ൻ്റെ വാല്യൂ l വാല്യൂ 0. 3d ആകുമ്പോഴോ n 3, d-യുടെ l വാല്യൂ എത്ര? spd 0 1 2 2. അപ്പോൾ 4 + 0 4, 3 + 2 5. അപ്പോൾ ആർക്കാ വാല്യൂ കുറവുള്ളത്? ഇതിൻ്റെ തുക കുറവായിരിക്കാം 4s-നല്ലേ? അപ്പോൾ അതിന് എനർജി കുറവ്.
അപ്പോൾ നമ്മൾ ആദ്യം 4s കൊടുക്കും, പിന്നെ മാത്രമേ 3Dയിലേക്ക് ഇലക്ട്രോണെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓഫ് ബോ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ദെൻ നമുക്ക് അടുത്ത ഒരു റൂള് വരുന്നത്, രണ്ടാമത്തെ റൂള് വരുന്നത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ റൂൾ ഏതാണ്? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. എന്താ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞത്? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇത്രയാണ്: നോ 2 ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺ ഇല്ല. നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ഓൾ ദ 4 ക്വാണ്ടം നമ്പേഴ്സ് ബി ദ സെയിം. നോ 2 ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ഓൾ ദ 4 ക്വാണ്ടം നമ്പേഴ്സ് ബി ദ സെയിം കേട്ടോ. അതൊരു ആറ്റത്തിൽ 4 ക്വാണ്ടം നമ്പറും തുല്യമായിട്ട് 2 ഇലക്ട്രോൺ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ 1 ഇലക്ട്രോൺ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഹൈഡ്രജൻ എടുക്കാം. ഹൈഡ്രജനിൽ ആകെ 1 ഇലക്ട്രോൺ അല്ലേ ഉള്ളത് അല്ലേ? അറ്റോമിക് നമ്പർ 1 ആണ്, 1 ഇലക്ട്രോണാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതും 1s1 അല്ലേ? ഒന്നാമത്തെ ഷെല്ല്, ഒന്നാമത്തെ സബ് ഷെല്ല് 1 ഇലക്ട്രോൺ. ഇനി ഇതിൻ്റെ ക്വാണ്ടം നമ്പേഴ്സ് നോക്ക്. n ഈക്വൽ ടു എത്രയാണ്? n ഈക്വൽ ടു 1. l ഈക്വൽ ടു s ഓർബിറ്റലിൻ്റെ l വാല്യൂ എത്രയാ? 0. അപ്പോൾ m ഈക്വൽ ടു 0 ആകും. s ഈക്വൽ ടു നമ്മൾ +½ എന്ന് കൊടുത്തു, +½ ഇനി ഹൈഡ്രജനിൽ വേറെ ഇലക്ട്രോൺ ഇല്ല. ഇനി 2 ഇലക്ട്രോണുള്ള ഒരു കേസ് നമ്മൾ എടുക്കാം. ഹീലിയം അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ടാവും. ഒന്നാമത്തെ ഇലക്ട്രോണിൻ്റെ കോൺഫിഗറേഷൻ ഇപ്പോൾ ഇങ്ങനെയാണ് വിചാരിക്കാം അല്ലേ? 1s2 ആണ് നമ്മളെ കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഇലക്ട്രോണിൻ്റെ കോൺഫിഗറേഷൻ n ഈക്വൽ ടു 1, n ഈക്വൽ ടു 1, l ഈക്വൽ ടു 0, m ഈക്വൽ ടു 0, s ഈക്വൽ ടു +½ s ഈക്വൽ ടു +½ അങ്ങനെയാണെങ്കിൽ ഇതിലെ തന്നെ രണ്ടാമത്തെ ഇലക്ട്രോൺ അല്ലേ? അതിൻ്റെ കോൺഫിഗറേഷനിൽ എന്ത് വ്യത്യാസം വരും? s ഈക്വൽ ടു എന്താവും? -½ ആവും. അല്ലാതെ 4 വാല്യൂവും കൂടെ തുല്യമായിട്ട് 2 ഇലക്ട്രോൺ ഒരാറ്റത്തിൽ ഉണ്ടാവില്ല. അതിനെയാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. നോ 2 ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ഓൾ ദ 4 ക്വാണ്ടം നമ്പേഴ്സ് ബി ദ സെയിം. 4 ക്വാണ്ടം നമ്പറും തുല്യമായിട്ട് ഒരാറ്റത്തിൽ 2 ഇലക്ട്രോൺ ഉണ്ടായിരിക്കുന്നതല്ല. ദാറ്റ് ഈസ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ദെൻ മൂന്നാമത്തെ റൂൾ, ഇലക്ട്രോൺ ഫില്ലിംഗ് റൂൾസിൽ തേർഡ് വണ്ണിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ തേർഡ് വൺ ഇങ്ങനെയാണ്: Hund's rule of maximum multiplicity, അതാണ് അതിൻ്റെ പേര്. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഈ ഹൺസ് റൂൾ പറഞ്ഞത് ഇലക്ട്രോൺ പെയറിംഗ് വിൽ ടേക്സ് പ്ലേസ് ഇൻ ആൻ ഓർബിറ്റൽ ഓൺലി ആഫ്റ്റർ all the orbitals are singly occupied. എല്ലാ ഓർബിറ്റലുകൾക്കും ഓരോ ഇലക്ട്രോൺ കിട്ടിയതിന് ശേഷം മാത്രമേ ഇലക്ട്രോൺ പെയറിങ് നടക്കാൻ പാടുള്ളൂ. ഇതാണ് ഹൺസ് റൂൾ പറഞ്ഞത്. ഇപ്പോൾ സപ്പോസ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8, കോൺഫിഗറേഷൻ എന്താ? 1s2, 2s2, 2p4 അല്ലേ? 1s2, 2s2, 2p4 നമ്മൾ വരയ്ക്കാം. 1s ഓർബിറ്റൽ, s ഓർബിറ്റൽ ഒന്നേ ഉള്ളൂ. അപ്പോൾ 1s എന്ന് കൊടുത്തു. 2 ഇലക്ട്രോൺ ഉണ്ട്. ഒന്നിങ്ങനെ കാണിച്ചു, ഒന്നിങ്ങനെ കാണിച്ചു. 1s2, 2s2, 2 ഇലക്ട്രോൺ ഇങ്ങനെ കാണിച്ചു. 2p4, 2p, p ഓർബിറ്റൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം അല്ലേ? പി ഓർബിറ്റൽ 3 എണ്ണം ഉണ്ട്. നമ്മൾ ആ 3 എണ്ണം ഇങ്ങനെ വരയ്ക്കാം. 1, 2, ഇതാണ് 2p ഓർബിറ്റൽ. 3 ഓർബിറ്റൽ ഉണ്ടാവും. നമുക്ക് ആകെ 4 ഇലക്ട്രോൺ ആണുള്ളത്.
ഹൺസ് റൂൾ പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും ഓരോന്ന് കൊടുത്തതിന് ശേഷം മാത്രമേ ഡബിൾ ചെയ്യാൻ പാടുള്ളൂ, പെയറിങ് നടക്കാൻ പാടുള്ളൂ. ആ 4 ഇലക്ട്രോൺ ഉണ്ട്, 1 2 3 then 4. എല്ലാവർക്കും ഓരോന്ന് കൊടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, പെയറിങ് നടക്കുക. ഇതിനെയാണ് ഹൺസ് റൂൾ എന്ന് പറയും. അല്ലാതെ ഇവിടെ 2 കൊടുക്കാൻ പാടില്ല, എല്ലാവർക്കും സിംഗിളായിട്ട് കൊടുക്കണം. ദെൻ ഓൺലി പെയറിങ് ഓഫ് ഇലക്ട്രോൺ വിൽ ടേക്സ് പ്ലേസ്. ദാറ്റ് ഈസ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഓക്കെ, ഇതാണ് ഇലക്ട്രോൺ ഫില്ലിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന 3 റൂൾസ്. ഇവർ ആറ്റത്തിൻ്റെ ഓർബിറ്റലിൽ ഈ റൂളൊക്കെ ഒബേ ചെയ്തതുപോലെ തന്നെ മോളിക്യൂളിൻ്റെ ഓർബിറ്റലിൽ എന്ത് ചെയ്യണം, ഈ റൂൾസ് ഒബേ ചെയ്തിട്ട് മാത്രമേ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റംസ്. ചില ആറ്റങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓഫ് ബോ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂള്, ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. സപ്പോസ് കാർബൺ അറ്റോമിക് നമ്പർ 6 കോൺഫിഗറേഷൻ എന്താ അല്ലെ, 6 ഇലക്ട്രോൺ ആണുള്ളത്. ആദ്യം 1s2, then 2s2, പിന്നെ നമ്മൾ 2p ഇങ്ങനെ വരക്കണം കേട്ടോ, 2p വരക്കണം. ഇതിന് 2px, ഇത് 2py, 2pz ഇങ്ങനെയാണ് കൊടുക്കുക. ഇനി ആകെ 2 ഇലക്ട്രോണേ ബാക്കിയുള്ളൂ. സോ 1 ഹിയർ ആൻഡ് 1 ഹിയർ. ആ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2, 2s2, 2p2, 2px1, 2py1 അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അതേപോലെ നമുക്ക് സോഡിയം നോക്കാം. 11 അറ്റോമിക് നമ്പർ 11. കോൺഫിഗറേഷൻ എഴുതാം, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. 1s2, 2s2, 2p6, 3s1. 1s2, 2s2, 2p6, 3s1 അല്ലേ. എങ്ങനെയാണ് ഇലക്ട്രോണെ കൊടുക്കുക എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. എസ് ഓർബിറ്റിലാകുമ്പോൾ 1 സ്ക്വയർ വരയ്ക്കുക, പി ഓർബിറ്റിലാകുമ്പോൾ 3 എണ്ണം വരയ്ക്കുക, ഡി ഓർബിറ്റിലാണെങ്കിലോ 5 എണ്ണം വരയ്ക്കുക. 5 ഓർബിറ്റിലാണ് അവിടെ ഉള്ളത്. അപ്പോൾ 1s2, 2s2, 2p6, 3s1. വേറൊന്നാണ് സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21. എങ്ങനെ എഴുതും, 1s2, 2s2, 2p6 അല്ലേ. 2pയിൽ 6 ഇലക്ട്രോൺ കൊള്ളും, കാരണം പിയിൽ 3 ഓർബിറ്റലുണ്ട്, അവ 6 ഇലക്ട്രോൺ. 2p6, 3s2, 3p6. ഇപ്പം എത്രയായി, 2 4 6 10 12 18 ഇലക്ട്രോൺ ആയി. ഇനി 3 എണ്ണം ഉണ്ട്. 3p കഴിഞ്ഞാൽ ഇലക്ട്രോൺ എവിടെ പോകും, 4s. അപ്പോൾ 4s2, then 3d1, 4s2, 3d1, 4s2, 3d1. സ്കാൻഡിയം കഴിഞ്ഞു. ദെൻ നമ്മൾ ക്രോമിയം നോക്കാം. ക്രോമിയം അറ്റോമിക് നമ്പർ 24. കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ആദ്യത്തെ 18 എണ്ണം ഇതേ ലെവലിൽ തന്നെ വരും, 3p6 വരെ വരും. 3p6 കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോൺ എങ്ങനെ കൊടുക്കാം, 4s2, 3d4 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. 4s2, 3d4. ഇപ്പം എത്രയായി, 18 കഴിഞ്ഞാൽ 20 4 24. നോക്ക്, ഡിയിൽ മാക്സിമം എത്ര ഇലക്ട്രോണാണ് കൊള്ളാം, ഡിയിൽ മാക്സിമം 5 ഓർബിറ്റിലുള്ളത്. അപ്പോൾ ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോൺ കൊള്ളും. 10 ഇലക്ട്രോണിൻ്റെ നേർ പകുതിയാണെന്ത്, 5 ഇലക്ട്രോൺ. അപ്പോൾ ഡിയിൽ 5 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ എലമെൻറ്റ് സ്റ്റേബിളാണ്, ആ കോൺഫിഗറേഷൻ സ്റ്റേബിളാണ്. അപ്പോൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി 4s ഒരു ഇലക്ട്രോൺ നമ്മൾ എവിടേക്ക് എടുക്കുന്നു, 3dയിലേക്ക് എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കോൺഫിഗറേഷൻ 4s2, 3d4 അല്ല, പിന്നെ എത്രയാണ്, 4s1, 3d5, 4s1, 3d5. അപ്പോൾ ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാ, 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d5, 4s1, 3d5. അതേപോലെ തന്നെ നമ്മൾ കാണേണ്ട ഒന്നാണ് കോപ്പർ അറ്റോമിക് നമ്പർ 29. നമ്മളിത് ഇങ്ങനെ ചെയ്യുമ്പോൾ 4s2, അപ്പോൾ 20, 3d9, 29 ഇങ്ങനെയാണ് നമ്മൾ നോർമലി എഴുതി പഠിച്ചിട്ടുണ്ടാവുക. അവിടെയും ശ്രദ്ധിക്കേണ്ടത്, ഡിയിൽ 10 ഇലക്ട്രോൺ തികച്ചുണ്ടെങ്കിൽ അത് സ്റ്റേബിളാണ്.
അപ്പോൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യും, ഇവിടുന്ന് ഒരു ഇലക്ട്രോണിന് ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ലാസ്റ്റ് കോൺഫിഗറേഷൻ എന്താവും, 4s1 3d10 4s1 3d10. അപ്പോൾ ഇതെല്ലാം കോൺഫിഗറേഷൻ അവസാനിക്കുകയില്ല 4s1 3d10. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിളായി. അത് ഹാഫ് ഫിൽഡോ ഫുൾ ഫിൽഡോ ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് സ്റ്റേബിളാണ്. എന്തുകൊണ്ട് ഹാഫ് ഫിൽഡ് ആണെങ്കിൽ സ്റ്റേബിളായിട്ട് മാറി? ഹാഫ് ഫിൽഡോ ഫുൾ ഫിൽഡോ ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി കിട്ടുക എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി കിട്ടുന്നു? ഒന്ന്, സിമ്മട്രി. റീസൺ എന്താണ്? സിമ്മട്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇവിടെ 3 ഇലക്ട്രോണാണ് വിചാരിക്കാം. 3 ഓരോ ഇലക്ട്രോൺ ഹാഫ് ഫിൽഡ് ആണല്ലോ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഒരേ രൂപത്തിലാണ് കാണപ്പെടുക. അപ്പോൾ ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റിക്കുള്ള ഒരു റീസൺ സിമ്മട്രി എന്നുള്ളതാണ്. സിമ്മട്രി അതിൻ്റെ അറേഞ്ച്മെൻ്റാണ് സിമ്മട്രി. രണ്ടാമത്തത് എക്സ്ചേഞ്ച് എനർജി. രണ്ടാമത്തെ റീസൺ എക്സ്ചേഞ്ച് എനർജി. കാരണം ഒരേപോലത്തെ ഇലക്ട്രോൺ ഇപ്പം ഇങ്ങനെ നിൽക്കുക വിചാരിക്കാം. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇങ്ങനെ സ്ഥാനം മാറുമ്പോൾ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എനർജി കുറയും. പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴേ എനർജി കുറയും. എനർജി കുറഞ്ഞാൽ ആ കോൺഫിഗറേഷൻ എന്താവും, മോർ സ്റ്റേബിളായിട്ട് മാറും. അപ്പോൾ ഹാഫ് ഫിൽഡ് ഓർ ഫുൾ ഫിൽഡ് സ്റ്റെബിലിറ്റിക്കുള്ള റീസൺ രണ്ടെണ്ണമാണ്. ഒന്ന് സിമ്മട്രിയാണ്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് സിമ്മട്രിക്ക് ഒരേപോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. രണ്ട്, എക്സ്ചേഞ്ച് എനർജി. ഇലക്ട്രോണുകൾ പൊസിഷൻ ഒരേ രൂപത്തിൽ നിൽക്കുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും, പൊസിഷനുകൾ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും. എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ദാറ്റ് ലോവേഴ്സ് എനർജി ആൻഡ് ബിക്കം സ്റ്റേബിൾ. എനർജി കുറയുന്നു, സ്റ്റെബിലിറ്റി കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഏരിയകളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ വളരെ റെയറായിട്ട് ചോദിക്കുന്ന ചില ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി for a metal is 7.0 into 10 raised to 14 second inverse. Calculate the kinetic energy of an emitted electron when radiation of frequency nu 1.0 into 10 raised to 15 second inverse hits the metal. മെറ്റലിൻ്റെ മേലെ കൃത്യമായ ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻ വന്ന് പതിക്കുമ്പോൾ അവിടുന്ന് ഈ എമിഷൻ ഓഫ് ഇലക്ട്രോൺ ടേക്സ് പ്ലേസ്, അല്ലെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയാണ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്. നോക്ക്, കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ ഈസ് കാണാനുള്ള ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ. എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ. അപ്പോൾ രണ്ട് ഭാഗത്തും എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റാം, എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ. എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ. ഓക്കെ, അതിൽ ന്യൂ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ്റെ ഹിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ് ന്യൂ സീറോ എന്ന് പറയുമ്പോൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ന്യൂ സീറോ ഈസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എച്ചിൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10 raised to minus 34. ന്യൂ റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി ന്യൂ എത്രയാണ്, 1 ഇൻറ്റു 10 raised to 15 മൈനസ് ന്യൂ സീറോ എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസിൻ്റെ അളവ് എത്രയാണ്, 7 ഇൻറ്റു 10 raised to 14. 7 ഇൻറ്റു 10 raised to 14. അപ്പോൾ നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 19.878 ഇൻറ്റു 10 raised to minus 20 ജൂൾ എന്ന് കിട്ടും. 19.878 ഇൻറ്റു 10 raised to minus 20 ജൂൾ. അത് ശ്രദ്ധിക്കേണ്ടത്, കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദ ഇക്വേഷൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ. ദാറ്റ് ഈസ് എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ. ന്യൂ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ, ന്യൂ സീറോ ഈസ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കൈനറ്റിക് എനർജി കിട്ടും,
യൂണിറ്റ് ഏതാണ്? ജൂൾ. എനർജി ആണല്ലോ, അവ യൂണിറ്റ് ജൂൾ എന്നുള്ള യൂണിറ്റിൽ എടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. എ മൂവിങ് ഇലക്ട്രോൺ okay, a moving electron has de Broglie wavelength അതായത് ലാംഡ, de Broglie wavelength of 7 into 10 raised to minus 7 meter. 7 into 10 raised to minus 7 meter. Calculate its kinetic energy. നോർമൽ കൈനറ്റിക് എനർജി കാണാനാണ്. അപ്പോൾ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് എം വി സ്ക്വയർ. എഴുതുമ്പോൾ ഹാഫ് എം വി സ്ക്വയർ, ഇതാണ് കൈനറ്റിക് എനർജി. എം നമുക്ക് കിട്ടും അല്ലേ? എം എന്താണ്? മാസ് ഓഫ് ഇലക്ട്രോൺ. എം മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്ക് കിട്ടും. വി നമുക്ക് കിട്ടണം. വി എവിടുന്ന് നമുക്ക് കിട്ടുക? ഡി ബ്രോളി ഇക്വേഷൻ അനുസരിച്ച് വി എവിടെ നിന്ന് കിട്ടും? ഡി ബ്രോളി ഇക്വേഷൻ എന്താ? ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി, അങ്ങനല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ആ വി കാണണം കേട്ടോ. എന്നിട്ട് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് കൈനറ്റിക് എനർജിയിലേക്ക് എത്തുക. അപ്പോൾ അവിടുന്ന് വി ഈക്വൽ ടു എന്താ കിട്ടുക? വി ഇപ്പുറത്തേക്ക് വരുമ്പോൾ വി ഈക്വൽ ടു എച്ച് ബൈ ലാംഡ ഇൻറ്റു എം. ഓക്കെ, വി ഈക്വൽ ടു എച്ച് ബൈ ലാംഡ ഇൻറ്റു എം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ചിൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10 raised to minus 34 ഡിവൈഡഡ് ബൈ ലാംഡ തന്നിട്ടുണ്ട് 7 ഇൻറ്റു 10 raised to minus 7. എം മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 ഇൻറ്റു 10 raised to minus 31. അപ്പോൾ നമ്മൾ ചെയ്ത വി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്തപ്പോൾ വിയുടെ വാല്യൂ കിട്ടുന്നത് 0.104 ഇൻറ്റു 10 raised to 4. അത്രയും മീറ്റർ പെർ സെക്കൻഡ്. 0.104 ഇൻറ്റു 10 raised to 4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം നമ്മൾ കൈനറ്റിക് എനർജിയിലേക്ക് വരികയാണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ. എമ്മിൻ്റെ വാല്യൂ എം എത്രയാ? മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 ഇൻറ്റു 10 raised to minus 31 ഇൻറ്റു വിയുടെ വാല്യൂ നമുക്ക് കിട്ടി. അതിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. 0.104 ഇൻറ്റു 10 raised to 4 ഹോൾ സ്ക്വയർ. 0.104 ഇൻറ്റു 10 raised to 4 ഹോൾ സ്ക്വയർ. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 0.049 ഇൻറ്റു 10 raised to minus 23. 0.049 ഇൻറ്റു 10 raised to minus 23 കിലോജൂൾ പെർ മോൾ. 0.049 ഇൻറ്റു 10 raised to minus 23 കിലോജൂൾ പെർ മോൾ. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി കാണാനുള്ള നോർമൽ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ. എമിറ്റഡ് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ. ന്യൂ എന്ന് പറയുമ്പോൾ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി അല്ലേ, ഹിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി. ന്യൂ സീറോ എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, ഇതോടെ സ്ട്രക്ചർ ഓഫ് ആറ്റം ഈസ് ഓവർ. എൻട്രൻസ് എക്സാമിനും ബോർഡ് എക്സാമിനും നല്ല വെയിറ്റേജ് ഉള്ളതാണ്. വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.